ഞാനൊരു വണ്ടി വാങ്ങിച്ചു എന്ന് പറയട്ടെ. ഞാനൊരു ഇലക്ട്രിക് വാഹനം വാങ്ങിച്ചു. എല്ലാം ഓക്കെ അല്ലേ സാറേ? എല്ലാം ഓക്കെ. എടുത്തേക്കട്ടെ. ഞാൻ ആദ്യം നിർമ്മിച്ച വാഹനം എന്ന് പറയുന്നത് ഇതും ഇലക്ട്രിക് ആണ്, വളരെ കോമ്പാക്റ്റ് ആണ്, ഒരാൾക്കാണ് മെയിൻ ആയിട്ട് സഞ്ചരിക്കാവുന്നത്. പക്ഷെ എങ്കിലും 2 കുട്ടികൾക്ക് ബാക്കിലും ഇരിക്കാം, ഫ്രണ്ടിൽ ഒരാൾക്കും ഇരിക്കാം. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ആവശ്യക്കാർ എന്നെ വിളിച്ചത് വികലാംഗരാണെങ്കിലും ഇതിന്റെ കോസ്റ്റ് എനിക്ക് ഒരു 4 ലക്ഷം രൂപ ആയപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് പുറകോട്ട് പോയി. അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു വളരെ കോസ്റ്റ് കുറച്ച് വികലാംഗർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ ആശയം എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്ത് ഈ വാഹനം നിർമ്മിക്കുന്നത്. പുതിയതായിട്ട് നിർമ്മിച്ച ഇലക്ട്രിക് വാഹനം ഇത് ഞാൻ മുമ്പ് നിർമ്മിച്ച വാഹനവുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, മുമ്പ് നിർമ്മിച്ചതും പിന്നെ ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള ഇലക്ട്രിക് വാഹനം തന്നെയായിരുന്നു. എങ്കിലും അത് ഒരു അഡൽറ്റിനും 2 കുട്ടികൾക്കും യാത്ര ചെയ്യാം. പിന്നെ അത് വളരെ കോമ്പാക്റ്റ് ആയിരുന്നു. ഇത് അതിനേക്കാൾ കോമ്പാക്റ്റ് ആയിട്ട് ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാനുള്ള ഒരു ഇലക്ട്രിക് വാഹനം. അതിലുപരി ഇത് വളരെ കോസ്റ്റ് കുറച്ചാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. മറ്റേ മുമ്പ് നിർമ്മിച്ച ഞാൻ വാഹനത്തിന് ഒരു 4 ലക്ഷം രൂപ കോസ്റ്റ് ആയെങ്കിൽ ഇതിനൊരു 1 ലക്ഷം രൂപയെ കോസ്റ്റ് ആയി. അപ്പം കാരണം എൻ്റെ ആ പഴയ വാഹനത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായിട്ട് വന്നത് വികലാംഗരായിരുന്നു. അപ്പോൾ വികലാംഗർക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിളായിട്ടാണ് എനിക്ക് അന്ന് അത് മനസ്സിലായത്. മാത്രമല്ല ആ ഒരു സെഗ്മെൻറ്റിലുള്ളവർക്ക് അവരിങ്ങനെ ഒരു വാഹനം കാത്തിരിക്കുന്നത് പോലെ തോന്നി. അപ്പം കാരണം ഒരുപക്ഷെ ഇന്നിപ്പോൾ വികലാംഗരെല്ലാം ഉപയോഗിക്കുന്നത് പെട്രോൾ അടിച്ചോടിക്കുന്ന 3 വീലുള്ള സ്കൂട്ടറാണല്ലോ. അപ്പോൾ അത് വളരെ പണച്ചെലവുള്ളതല്ലേ, സ്കൂട്ടർ പെട്രോൾ അടിക്കണം. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് യാതൊരു പണച്ചെലവും ഇല്ലാതെ ഉള്ള ഒരു വാഹനം എന്നുള്ള നിലയിൽ ഇത് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ ഒരു നീഡും കൂടെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ചിലവ് കുറച്ച്, എങ്കിൽ പെട്രോൾ ചിലവില്ലാതെ ഒരു മാസം എനിക്ക് തോന്നുന്നു ഇതിപ്പം കറണ്ട് ചാർജ് നോക്കാനാണെങ്കിൽ ഒരു 50 രൂപ കറണ്ട് ചാർജിൽ ഒരാൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം അത്ര വെയിറ്റ് കുറച്ച് സൈസ് കോമ്പാക്റ്റ് ആക്കിയാണ് ഞാനിത് നിർമ്മിച്ചത്. ഒരു 1 ലക്ഷം രൂപ ഇതിന് മൊത്തത്തിൽ ചിലവായി. ഇതൊരു ഏതെങ്കിലും ഒരു ഫാക്ടറി നിർമ്മാതാക്കൾ മുമ്പോട്ട് വന്ന് ഇത് ഫാക്ടറി ലെവലിൽ ഇത് നിർമ്മിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 75,000 രൂപയ്ക്കൊക്കെ ഇത് നിർമ്മിക്കാം. അപ്പോൾ മറ്റ് ടാക്സും ഒക്കെ ഉൾപ്പെടെ ഇത് 1 ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് ഇത് വിൽക്കാൻ സാധിക്കും. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ 3 വീലുള്ളൊരു സ്കൂട്ടറിന് പോലും 1,5-1 ലക്ഷം രൂപ വിലയുള്ളപ്പോഴത്തേക്ക് ഇത് 1 ലക്ഷം രൂപയ്ക്ക് ഒരു മഴ നനയാതെ വെയിൽ കൊള്ളാതെ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബ്ലെസ്സിങ് ആണ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേരളത്തിലുള്ള വികലാംഗർക്ക് മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തമുള്ള വികലാംഗർക്കല്ല, ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു വാഹനം. ഇത് ലോക കമ്പോളത്തിലും ഇങ്ങനെ ഒരു വാഹനം ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്നുടനെ ഇത് ഒരു ഫാക്ടറി ലെവലിൽ ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ലോക കമ്പോളത്തിൽ വരെ നമുക്ക് ഇത് ചൂടപ്പം പോലെ വിൽക്കാൻ സാധിക്കും, നല്ല ലാഭവും കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനൊരു പരിസ്ഥിതി സ്നേഹിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഇത് പരിസ്ഥിതിക്ക് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കാം. കാരണം യാതൊരു അന്തരീക്ഷ മലിനീകരണമില്ല. പിന്നെ ഒരു റോഡിൽ ഇത് അധികം സ്പേസ് എടുക്കത്തില്ല, പാർക്കിങ്ങിന് സ്പേസ് എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിസ്ഥിതി സംബന്ധമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഈ വാഹനം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വീലർ ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഇത് ഓടിക്കാം. അതേസമയം മറ്റേതെന്ന് പറയുന്നത് ഒരു കാറിൻ്റെ സിസ്റ്റമായിരുന്നു. അപ്പം ഒരു കാർ ഓടിക്കാൻ അറിയണം. ഇത് ഒരു 2 വീലർ ഒരു സ്റ്റിയറിങ്. അപ്പോൾ ഒരു സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് വളരെ ഒരു അരമണിക്കൂറത്തെ ട്രെയിനിങ് കൊണ്ട് ഇത് ഓടിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ സാധാരണ ഇന്ന് റോഡിലൊക്കെ കാണുന്ന 3 വീലർ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ, അത് ഫ്രണ്ടിൽ 1 വീലും ബാക്കിൽ 2 വീലുമാണ്. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് വേണം. അത് ഒരു ബാലൻസ് ഉണ്ടെങ്കിലേ അത് ഓടിക്കാനൊക്കെ. മറിച്ച് ഇവിടെ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ 2 വീലും ബാക്കിൽ 1 വീലും ആയതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു ബാലൻസിൻ്റെ പ്രശ്നമില്ല. ഇത് നമുക്ക് ഒരു 2 വീലർ ഓടിച്ച് പരിചയമുള്ള ആർക്കും ഇത് വളരെ നിസ്സാരമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഓടിക്കാൻ സാധിക്കും. എത്ര കിലോമീറ്ററാണ് സാർ ഇതിന് കിട്ടുന്നത്? ഇത് ഞാൻ ചെലവ് ചുരുക്കാനുള്ള ഒരു കാരണം കൊണ്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്കൂട്ടറിന് ഉപയോഗിക്കുന്ന ബാറ്ററി അതിന് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒരു 30 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 30 കിലോമീറ്റർ. അപ്പോൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ചാർജിങ്ങിൽ 30 കിലോമീറ്റർ പോകാം. അത് പിന്നെ
നമ്മൾ കുറച്ചും കൂടെ ഒരു 10-50,000 രൂപയും കൂടെ ഒക്കെ നമ്മൾ ബാറ്ററിക്ക് മുടക്കുകയാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ ഒക്കെ പോകാവുന്ന രീതിയിൽ നമുക്ക് ആ ബാറ്ററി മാറ്റി നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇപ്പോൾ ഇത് 1 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം വാങ്ങുന്ന ഒരാൾക്ക് കൂടുതൽ ദൂരമാണ് അയാൾക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ കൂടെ അഡീഷണൽ മുടക്കി ഒരു അഡീഷണൽ ബാറ്ററി കൂടെ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും. ഫ്രണ്ടിൽ 2 വീലും ബാക്കിൽ സെൻട്രലൈസ് ചെയ്ത് ഒരു വീലുമാണ്. ഒരു വീലാണ്. ഒരു വീലാണ്. ഇത് ചെയിനിലാണല്ലേ? ഇത് ചെയിനിലാണ്. നമ്മുടെ ബൈക്ക് പോലെ ചെയിനിലാണ്. മോട്ടറിൽ നിന്ന് ചെയിനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇലക്ട്രിക് മോട്ടർ ചെയിനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇപ്പോഴത്തെ എയ്തർ 450 എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറിനെല്ലാം ചെയിൻ ഡ്രിവൺ ആണ്. അപ്പൊ അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അലോയ് വീലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അലോയ് വീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇവിടെ വേറെ ടൈപ്പ്. വേറെ ടൈപ്പാണ്. ഫ്രണ്ടിൽ ഇവിടെ TVS-ന്റെ ബൈക്കിന്റെ വീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. TVS 50-യുടെ. അതെ. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്, വൈപ്പർ, ഇൻഡിക്കേറ്റർ എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും. മിറർ ഉണ്ട്. അതെ. ഞാനൊന്ന് ഇരുന്നോട്ടെ സാർ. നേരെ കിട്ടോ? അന്നേരം നമുക്ക് മതി. ഓക്കെ. പിന്നെ ബ്രേക്ക് ഇത് തന്നെ ഇല്ലയോ? ഇത് തന്നെ ബ്രേക്ക്. ആക്സിലേറ്റർ. ഇത് ആക്സിലേറ്റർ. ഇത് ഹോണ്. ഇത് റിവേഴ്സോ? ഇത് റിവേഴ്സ്. റിവേഴ്സും ഫോർവേഡും. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ആക്സിലേറ്റർ പതുക്കെ കൊടുത്താൽ മതി. കാരണം നല്ല പവർഫുൾ മോട്ടറാണ്. ഞാനൊരു വണ്ടി വാങ്ങിച്ചു എന്ന് പറയട്ടെ. ഞാനൊരു ഇലക്ട്രിക് വാഹനം വാങ്ങിച്ചു. എല്ലാം ഓക്കെ അല്ലേ സാർ? എല്ലാം ഓക്കെ. എടുത്തേക്കട്ടെ. ഞാനൊരു വാഹനം വാങ്ങിച്ചു കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് യാത്ര ചെയ്യുവാണേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കേട്ടേക്കട്ടെ സാറേ? കേട്ടേ.